നമസ്കാരം. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ ചാറ്റ് വിത്ത് ഭക്തനിൽ രണ്ട് അതിഥികളാണ് നമ്മളോട് ചാറ്റ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫാസിൽ ബ്രോ, എൻ്റെ സുഹൃത്തായിട്ടുള്ള ഫാസിൽ ബ്രോ. രണ്ട്, നമ്മുടെ സാന്റാ മോണിക്ക നമ്മളെല്ലാവരും ചെറുപ്പം പോലെ കേൾക്കുന്നതാണ്. ഞാൻ ചെറുപ്പം പോലെ പത്രത്തിലും ടി വിയിലും ഒക്കെ ഇങ്ങനെ പരസ്യങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ട് കേട്ട ഒരാളാണ്. ഒരു സ്ഥാപനമാണ് സാന്റാ മോണിക്ക. ആ സാന്റാ മോണിക്കയുടെ ചെയർമാനാണ് ഇദ്ദേഹം, ഡെന്നി തോമസ്. എന്തായാലും വെൽക്കം, സ്വാഗതം എൻ്റെ പോഡ്കാസ്റ്റിലേക്ക്. അപ്പോൾ രണ്ടുപേരും സ്റ്റഡി അബ്രോഡിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റഡി അബ്രോഡിനെ പറ്റി ഒന്നും അല്ല പ്രൊമോഷൻ ഒന്നും അല്ല, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയെ പറ്റിയാണ്. കുറച്ച് യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഒക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഫാസിൽ ബ്രോ നിരന്തരം ഇപ്പോൾ നമ്മളെ ഇടയ്ക്ക് എനിക്ക് നമ്മുടെ മൂന്നാമത്തെ പോഡ്കാസ്റ്റ് ആണിത് അല്ലേ? യെസ്. അപ്പോൾ ഫാസിൽ ബ്രോനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ അല്ലേ? ഡയറക്ടറാണ്. അപ്പൊ രണ്ട് സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങളുടെ മേധാവികളാണ് എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. എന്തായാലും വെൽക്കം, വിളിച്ചപ്പോൾ വന്നതിൽ. ശരിക്കും താങ്കളോട് തന്നെ നമുക്കൊരു ചോദ്യമായിട്ട് തന്നെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്താന്ന് പറഞ്ഞാൽ, കൂടുതൽ സ്ഥാപനങ്ങൾ, അതായത് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികൾ ആരംഭിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോൾ സീസണാണ്, ഇപ്പോൾ പീക്ക് സീസൺ ആണല്ലോ. നിങ്ങളിപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 24 വർഷമായി. ഓക്കെ. ഞാനൊരു 15-20 ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. 24 വർഷമായി. ഓക്കെ, 24 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലമായിട്ട് പ്രവർത്തിക്കുന്നു. സ്റ്റഡി ലിങ്ക്സ് തുടങ്ങിയിട്ട് ഇപ്പം ഞങ്ങളൊരു 15 ഇയേഴ്സ് 15 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. 24 വർഷത്തിന്റെ ഈ ഒരു യാത്രക്കിടയിൽ പണ്ടത്തെ രീതി അല്ല ഒരിക്കലും ഇപ്പോഴത്തെ രീതികളെ പറ്റി എന്താണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? പണ്ട് കാലത്ത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. പ്രത്യേകിച്ചും ആൾക്കാർ ഒരു PGക്ക് വേണ്ടി, പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ടാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. അണ്ടർ ഗ്രാജുവേഷന് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ എപ്പം കാലഘട്ടമൊക്കെ മാറി, ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ലോകമെല്ലാം ഒന്നുപോലെയായി. കാരണം കുട്ടികളൊക്കെ ആണെങ്കിൽ യൂട്യൂബ്, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ കണ്ടു. ഒരുപാട് യൂട്യൂബേഴ്സും അതേപോലെയുള്ള ആൾക്കാർ ലോകത്തെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കാണാനും ഇരിക്കാനും സമയം കോവിഡ് കാലത്ത് ഒരുപാടുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടുത്തെ പഠനം എന്താണ്, പഠന രീതികൾ. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കോമൺ ആയിട്ട് UK, ന്യൂസിലൻഡ്, അല്ലെങ്കിൽ കാനഡ, അങ്ങനെ 3-4 രാജ്യങ്ങൾ, അല്ലെങ്കിൽ US, ഇതൊക്കെ പറയാറുണ്ടായിരുന്നു. എപ്പോൾ ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലേക്കൊക്കെ പിള്ളേർ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അവർ പഠിച്ചിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. എനിക്ക് ഇന്ന രാജ്യത്ത് പോകണം, അവിടെ പഠിക്കാൻ പോകണം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ലോകസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ 180ഓളം രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു. 180 പല രാജ്യങ്ങളിലും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ, ഓരോ രാജ്യത്ത് എത്ര കുട്ടികൾ പോയി എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ വ്യക്തമായ കണക്കുകൾ അവർ തന്നു. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ് എടുത്ത് വെച്ചു. അപ്പൊ അതുകൊണ്ട് ആൾക്കാരുടെ ഒരു അഭിരുചി മാറി. ആൾക്കാരെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കൂടുതൽ ആൾക്കാരെ മനസ്സിലാക്കാനും കൾച്ചർ ആയിട്ട് ഇടപഴകാനുള്ള സാഹചര്യങ്ങളാണ് ഈ രംഗത്തുണ്ടായത്. വലിയ മാറ്റങ്ങളാണ് ഈ 10-24 വർഷത്തിനുള്ളിൽ ഈ രംഗം മാറിയത്. ഈ 24 വർഷം മുമ്പ് ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞൊരു ആശയം എങ്ങനെയാണ് വന്നത്? ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് പുറത്ത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പുറത്ത് പഠിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ. ഞാനൊക്കെ തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ, അന്നത്തെ കാലത്ത് ആൾക്കാർ വിദേശത്ത് പോകുന്ന നേഴ്സുമാര്, നേഴ്സുമാരപ്പോൾ USA പോവായിരുന്നു, UK പോവായിരുന്നു, അയർലൻഡ് പോവായിരുന്നു, അന്ന് അപ്പൊ അങ്ങനെ ധാരാളം നേഴ്സുമാർ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്തൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കും, നേഴ്സുമാരല്ലാത്തൊരു ഓപ്ഷനിൽ എങ്ങനെ പോകാൻ പറ്റും? അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ആദ്യം നേഴ്സുമാർക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് അവിടെ ജോലി സാധ്യതയുണ്ട്. ഇപ്പം ഞാനൊരു BTechോ അല്ലെ MCയോ എന്ത് കഴിഞ്ഞ ഒരാളായാലും എനിക്ക് നേരിട്ട് ജോബ് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടണമല്ലോ, അതിനുള്ള വഴി എന്ന നിലയിലാണ് നമ്മൾ ഇതൊക്കെ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. ഓക്കെ. ഈ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ലൈക്ക് കൂടുതൽ ആളുകളും ഇന്ത്യയിൽ നിന്നും എസ്കേപ്പ് ആയി വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽ ആവാൻ വേണ്ടി ആണ് പഠിക്കാനായിട്ട്. ഒരു കോൺസെപ്റ്റ് റോങ് ആണ്. ശരി, അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. അല്ലല്ല, ഇപ്പൊ ഉള്ള സാഹചര്യത്തിലാണ് ആ രീതിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ അതായത് മൈഗ്രേഷന് വേണ്ടിയിട്ട് സ്റ്റഡി അബ്രോഡ് യൂസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം 2012-13 അല്ല സർ, 2013 സമയങ്ങളിലൊക്കെ പുറത്തു പോയിരുന്ന ആളുകൾ കംപ്ലീറ്റ്ലി പഠിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്.
ഇപ്പം പല ബിസിനസ്സുകാര്, പല വലിയ 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 സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമായിട്ട് കുറച്ച് ഭദ്രതയുള്ള ആൾക്കാരൊക്കെ അവരുടെ മക്കളെ UK വിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു അല്ലേ? ഡിപെൻഡന്റ് വിസകൾക്ക് ഇംഗ്ലീഷ് പ്രൊവിഷ്യൻസി വേണമായിരുന്നു, IELTS സ്കോർ വേണമായിരുന്നു. അതിപ്പോ തിരിച്ചു കൊണ്ടുവരാൻ പോവാന്നൊക്കെയാ കേൾക്കുന്നത് അല്ലേ? അത് വേണ്ട. അതായത് 2019 കൊറോണ സമയത്ത് മുതൽ IELTS വേണ്ട, ഡിപെൻഡന്റ് IELTSന്റെ ആവശ്യമില്ല. ശരി. അതുകൊണ്ട് എല്ലാവരും ഒരു അങ്ങനെ മാത്രമല്ല, ഇന്നത്തെ ആൾക്കാരിൽ ചിന്താഗതികൾ മാറി. ഞാൻ പറഞ്ഞില്ല, ലോകം ഒരു വില്ലേജ് പോലെയായി ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നോടെ. അപ്പം നമുക്ക് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ തുടങ്ങിയ കാലത്ത് നമുക്കൊന്ന് UK ഒരു യൂണിവേഴ്സിറ്റി വിളിക്കണമെങ്കിൽ ഒരു 1000-2000 രൂപ, അതായത് സെക്കൻഡിനുള്ളിലാണെങ്കിൽ മീറ്റർ വീണോട്ടിരിക്കുന്ന പോലെയാണ് STD കോൾസിന് IST കോളിന് വന്നോട്ടിരുന്നത്. എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റുഡൻറ്റ് പോകുമ്പോഴും അവരുടെ ടെൻഷൻ എന്ന് വെച്ചാൽ പേരൻസ് ഒരു കത്ത് അയച്ചാൽ ആ കത്ത് ഇവിടെ കിട്ടുമോ. അന്ന് ഈ ഇൻ്റർനാഷണലി ലെറ്റർ അയക്കുന്നതിന് നല്ല ചാർജാണ്, ഒരു ഫോൺ വിളിക്കാൻ വലിയ എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. ഇന്ന് അതല്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇന്ന് തൊട്ടപ്പുറത്ത് മുറിയിലിരിക്കുന്ന ഒരാളെ പോലെ ഇവിടെ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് പോയാൽ അവിടെ ഇരുന്ന് അവർ പേരൻസിന് ഇൻട്രാക്ട് ചെയ്യാം, അവരുടെ ഫ്രണ്ട്സിന് ഇൻട്രാക്ട് ചെയ്യാം. കാരണം വീഡിയോ കോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അത് വലിയൊരു വിപ്ലവം അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പേരൻസിന് വിടുന്നതിനോടൊരു ബുദ്ധിമുട്ടില്ല. കുട്ടികളെ സംബന്ധിച്ച് അവിടെ പോയി എന്താണ് അവർക്ക്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് അവർ കുട്ടികളെ സംബന്ധിച്ച്. അതനുസരിച്ച് അവർക്ക് പറ്റിയ രാജ്യം, അവിടുത്തെ ആൾക്കാരുടെ രീതി, ഇതെല്ലാം അവർ വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് പോകുന്നത്. പല കുട്ടികളും നമ്മൾ നേരത്തെയൊക്കെ ചിന്തിക്കുന്ന പല കുട്ടികളും അവിടെ പോയി സെറ്റിലാകാൻ ഇന്ന് അങ്ങനെയൊന്നും ആഗ്രഹമില്ല പലർക്കും. അവിടെ പോയി ഈ കൾച്ചറിൽ എല്ലാവരുമായിട്ട് ബന്ധപ്പെടണം, അതിൽ നിന്ന് തന്നെ പല ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും ഉണ്ടാവും, നല്ലൊരു എക്സ്പോഷർ കിട്ടണം, ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ. കാലങ്ങളിൽ ഞാനൊരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ്, അതായത് അന്ന് എങ്ങനെയായിരുന്നു കംപ്ലൈൻസുകൾ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നത്? അതായത് മൊബൈലില്ല, നമ്മുടെ ഇൻഡസ്ട്രിയിൽ വലിയൊരു പാർട്ടല്ലേ അത് ശരിക്കും. അതായത് ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഇന്റർനെറ്റിലൂടെ ഒരു മെയിൽ വരാൻ തന്നെ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഒരു സ്റ്റുഡൻ്റ് അവിടെ ചെന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയെന്ന് പറയാൻ തന്നെ നമുക്ക്, അല്ലെങ്കിൽ അവർ അവിടെ എൻറോൾ ചെയ്തെന്ന് അറിയാൻ ചിലപ്പോൾ 2-3 ദിവസം കഴിച്ചൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അന്ന് വളരെ കുറച്ച് കുട്ടികളെ പോകുന്നുള്ളൂ. അപ്പം നമുക്ക് ഓരോരുത്തരുടെ കുട്ടികളെ ഫുൾ ഡീറ്റെയിൽ അറിയാം, അവർ ഫാമിലിയായിട്ട് നമ്മൾ വളരെ കണക്റ്റഡാണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് ഇഷ്ടംപോലെ കുട്ടികൾ പോകുന്നുണ്ടല്ലോ. അപ്പം അതായിട്ട് അവരും ആ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് ജനിച്ചു വളർന്നത്. നമ്മളിവിടെ എറണാകുളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുന്നതിന് നമ്മുടെ വീടുമായിട്ട് ചിലപ്പോൾ ബന്ധപ്പെടാൻ പറ്റണമെന്നില്ല. പക്ഷേ വീട്ടുകാർക്കറിയാം നമ്മൾ 4 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു കാലഘട്ടമായിരുന്നു. വിദേശത്തൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിരന്തരമായി ബന്ധപ്പെടാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ കോയമ്പത്തൂർ പഠിക്കാൻ പോകുന്ന പോലെ ഉള്ളൂ. ഇപ്പം ആൾക്കാർ പോകുന്നു, അവിടെ ചെന്ന് അന്നേരം തന്നെ ഇറങ്ങുമ്പോൾ തൊട്ട് അവർ ഇൻ്റർനെറ്റിൽ ലൈവാണ്, കുട്ടി അവരുടെ ഫ്രണ്ട്സുമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അതെ. പിന്നെ ഒരുപാട് സംരംഭകർ ഈ രംഗത്ത് ഇതിലൂടെ പോയിട്ട് ലോകത്ത് പല സ്ഥലങ്ങളിൽ പോയി പല സംരംഭങ്ങളും തുടങ്ങി. ഒരുപാട് സംരംഭകർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മൈഗ്രേഷൻ മാത്രമല്ല, ബിസിനസ് ചെയ്യാനും പുതിയ ആൾക്കാരെ കണ്ടെത്താനും. പിന്നെ എത്രയോ പേര് വിദേശത്തൊക്കെ പോയി അവർക്ക് ഇഷ്ടപ്പെട്ട പങ്കാളികളെ കണ്ടുപിടിക്കുന്നു, ആ രാജ്യത്തുള്ളവരുടെ കൂടി ജീവിക്കും. നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ട്രാവൽ ഏജൻസി ആണെങ്കിലും എന്ത് സ്ഥാപനമാണെങ്കിലും ചുമ്മാ സൈഡിൽ ഒരു ബോർഡ് വെക്കും, സ്റ്റഡി അബ്രോഡ് എന്ന്. അവരത് ആക്റ്റീവ് ആണോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ആർക്കും ചെയ്യാമെന്നുള്ളൊരു പക്ഷേ ഇതിൻ്റെ അകത്തൊരു വരുന്നൊരു അപകടം എന്താ വെച്ചാൽ, ഇതിനെക്കുറിച്ച് ആധികാരികമായി അറിയുന്നവരിൽ ത്രൂ പോയില്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഈ രംഗത്ത്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാർ ഇത് ഒരു പെട്ടെന്ന് ഇൻസ്റ്റൻ്റായി പണം കിട്ടുന്നൊരു ബിസിനസ്സാണെന്ന് ഓർത്തിട്ട് അവർ ചിന്തിക്കുന്നത് 4 പേരെ ഞാൻ വിദേശത്തേക്ക് വിട്ടാൽ എനിക്ക് ഇത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ ഞാനൊരു വർഷം ഒരു 10 പേരെ കയറ്റി വിട്ടാൽ മതിയല്ലോ എന്നുള്ളൊരു വളരെ ലാഘവത്തോടു കൂടി തുടങ്ങുന്നവരുണ്ട്. പക്ഷെ ഒരുപാട് ഡീപ്പ് റിസർച്ച് ചെയ്ത് ഇതിനായിട്ടൊരു പാഷനും കമ്മിറ്റ്മെൻറ്റും ഉള്ള ഈ രംഗത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് സാധ്യതയുണ്ട്. എപ്പോൾ നിലവിലുള്ള ഏജൻസികളിലൊന്നും പോരാതെ വരും, അതുപോലെ ആൾക്കാരെ ആവശ്യമുണ്ട്. പക്ഷേ എപ്പോൾ ഉള്ളതിൽ വളരെ നല്ലൊരു ശതമാനം ഇതേപോലെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരും ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നവരും കുട്ടികൾക്ക് എന്ത് കോഴ്സാണ് വേണ്ടത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ എനിക്ക് ഒരു 10 യൂണിവേഴ്സിറ്റിയായി കോൺട്രാക്റ്റ് ഉണ്ട്, അതിലേക്കല്ല നമ്മൾ കുട്ടികളെ അട്രാക്ട് ചെയ്യും. ഓക്കെ, എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൂടുതൽ കമ്മീഷൻ കിട്ടും, അപ്പോൾ നമുക്ക് കുട്ടികളെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക്. പുതിയ വരുന്ന ആളുകൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 സ്റ്റുഡൻസിന് ചെയ്താൽ ഇത്ര എമൗണ്ട് കൊള്ളാലോ. പക്ഷെ അതിന് പുറകിൽ വരുന്ന എഫേർട്ടും അതിന് പുറകിൽ വരുന്ന എക്സ്പെൻസസിനെ കുറിച്ചിട്ടൊന്നും ഒരു ചിന്തിക്കുക പോലില്ല. പിന്നെ ഈ പല ആൾക്കാർ ഇതിൻ്റെ ഒരു ഇന്നർ സൈഡ് അറിയത്തില്ല. അത് ഇവരുടെ ധാരണ ഇതേപോലെയാണ്. പക്ഷേ നമുക്കിവിടെ ഡൊമസ്റ്റിക് അഡ്മിഷനൊക്കെ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അറിയാം ഒരു സീസൺ കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടി, കുഴപ്പമില്ല. നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ 2 വർഷം 3 വർഷം പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ. കാരണം ഒരു സ്റ്റുഡൻറ്റ് എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് 2026 സെപ്റ്റംബറിലേക്ക് അവരെ വിടാൻ പറ്റുള്ളൂ.
അപ്പോൾ 2026 സെപ്റ്റംബറിൽ വിട്ടു, അവരുടെ ഇൻവോയ്സ് ഒക്കെ ചെയ്ത് റേസ് ചെയ്ത് ഒരു പേയ്മെന്റ് നമ്മുടെ കയ്യിൽ വരുമ്പം 2027 പകുതിയെങ്കിലും റോൾ ചെയ്യാൻ റോൾ വേണം. ചെയ്യും. അപ്പോൾ അത്രയും കാലം അതായത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊക്കോളും. പക്ഷെ 2-3 വർഷക്കാലം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് പുറകെ നിന്ന് ഫുൾ ടൈം വർക്ക് ചെയ്ത് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വർക്ക് ചെയ്താൽ മാത്രമേ ഈ രംഗത്ത് ഒരാൾക്ക് സ്റ്റേബിളായിട്ട് പിടിച്ചിരിക്കാൻ പറ്റും. അല്ലാത്തവരൊക്കെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ പോകും. ആ ഒരു ഫോക്കസ്ഡ് അല്ലാത്തവർ. അതായത് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ കമ്മീഷനായിട്ട് നമുക്ക് കിട്ടുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി കഴിയും. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം റീസെന്റ് ഇപ്പം എനിക്കൊന്ന് സാന്റാമോണിക്ക നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ടും ചെയ്തിരുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലേക്കായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇപ്പോൾ കാനഡയുമായിട്ട് ഇന്ത്യക്ക് ഉണ്ടായ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൻ്റെ പ്രശ്നം, പിന്നെ UK കുറച്ച് പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷമുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ശരിക്കും ഈ സ്റ്റഡി അബ്രോഡിനെ എന്ന ഈ ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മാത്രമല്ല, അത് കാലാകാലങ്ങളിൽ രാജ്യത്ത് നിന്ന് ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിലെ ട്രംപ് ഇന്നലെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരൊറ്റ ആപ്ലിക്കേഷൻ ആൾക്കാർ കേട്ടുപോയി. കാരണം 11 ലക്ഷം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒരു വർഷം പല രാജ്യങ്ങളിലായിട്ട് എത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം 2 ലക്ഷം സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് $42 ബില്യൺ ബിസിനസ്സാണ്. അത് ഒരു ദിവസമാണ് അദ്ദേഹം പറയുന്നത് ക്യാൻസൽ ചെയ്യും. നാളെ അങ്ങനെ പറയാൻ കാരണം ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി പല രാജ്യങ്ങളുമായിട്ട് വർദ്ധിപ്പിക്കാനോ, പ്രൊഫഷണൽ ആയിട്ടല്ല, എല്ലാം ബിസിനസ് പരമായിട്ടാണ് കാണുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ആ രീതിയിലായിരിക്കും അതൊക്കെ പിന്നീട് പുള്ളി ഇളവ് ചെയ്യും. ആ കാര്യം യാതൊരു സംശയമില്ല. രാജ്യത്തിന് ഈ $42 ബില്യൺ വേണ്ടാന്ന് വെക്കുമെന്ന് ഒരിക്കലും ചെയ്യും. കാരണം സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു രാജ്യത്ത് നിന്ന് പണം വേറൊരു രാജ്യത്തേക്ക് പോവല്ലേ, കൊണ്ടുപോകല്ലേ. അത് ഫണ്ട് ഫീസ് മാത്രമല്ല അവർ ഇത് അല്ലാതെ തന്നെ ഇവിടുന്ന് ലിവിങ് കോസ്റ്റ് കാര്യങ്ങൾ എത്രയോ കോടി രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം ലോകം മുഴുവനും ഈ ട്രംപിന്റെ വരവോടുകൂടി ഒരു വലതുപക്ഷ തീവ്രവാദം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അതായത് കുടിയേറ്റ വിരുദ്ധത. അതിന്റെ ഒരു സ്വാധീനം UK ഇപ്പൊ ചെറുതായിട്ട് കണ്ടു തുടങ്ങി. മാത്രമല്ല യൂറോപ്പിലും എല്ലായിടത്തും മാഞ്ഞടിക്കും. അത് സാധാരണ ഇതിന് മുന്നേ പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് 2-3 വർഷം ഉണ്ടാവും ആ ഒരു കാറ്റ്. അതിനുശേഷം വീണ്ടും അതൊക്കെ ആറിത്തണയും. കാരണം ഇതിന്റെ എല്ലാം അടിസ്ഥാന പ്രശ്നം ഞാൻ കുറെ കാറ്റ് കണ്ടിട്ടുള്ള പറഞ്ഞു വരുന്നത് അല്ലേ. എക്സിക്യൂട്ടീവ് ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പൊ UK വരുന്നത്. അതായത് ഇതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിന്റെ അവസരങ്ങൾ, നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ അവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തൊക്കെ ആൾക്കാരെ ആവശ്യമാണ്. അത് അവർ ഓപ്പണായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടാണ്. ഇത് US-നായാലും കാനഡയ്ക്കായാലും UK-ക്കായാലും ഓസ്ട്രേലിയക്കായാലും ന്യൂസിലൻഡായാലും അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്കായാലും ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ട്. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ആവശ്യം. ആ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത് എനിക്ക് ഇവിടെ വരുന്ന ഈ അഭയാർത്ഥികളൊന്നും വേണ്ട, പകരം ഇന്ത്യക്കാരായ PGയും അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് വരുന്നതാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞത്. അതായത് അവരെ സംബന്ധിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ വേക്കൻസി നികത്തണം. പക്ഷെ അവർക്ക് ഈ റെഫ്യൂജീസിനെ അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കാനുള്ളൊരു മടിയുണ്ടാവും. അവരുദ്ദേശിക്കുന്ന അൺസ്കിൽഡ് ജോലികൾ ചെയ്യാൻ ഇങ്ങോട്ട് ആരും വരണ്ട. അതാണ് കൂടുതൽ. അമേരിക്കയെ സംബന്ധിച്ച് ഈ തെക്കേ അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ, അതേപോലെ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് കുടിയേറുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ അത് പല വഴിക്ക് നമ്മളൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ഈ മലയാളത്തിൽ ഇറങ്ങിയ സിനിമയിൽ ഒരു CA ആണോ, കുറെ സിനിമകളിലുണ്ട് ഈ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ ദിവസങ്ങളോളം അല്ലെ മാസങ്ങളോളം യാത്ര ചെയ്ത് അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ റിസ്ക്കാണ്. ചിലപ്പോൾ എപ്പോൾ ചെന്നാലും അത് വെടികൊള്ളാം, അല്ലെങ്കിൽ അപ്പുറം കിടക്കാമെന്നുള്ളൊരു റിസ്ക്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് പുള്ളി റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പാർട്ടായിട്ടായിരിക്കും ഈ സ്റ്റുഡൻറ്റ് വിസയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു 3-4 ഇയേഴ്സ് എങ്കിലും അത് നിലനിൽക്കും. ഒരു കുടിയേറ്റ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് അത് മാറ്റാൻ നമുക്ക് സമയം പിടിക്കും. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം ഇഷ്ടം പോലെ ഷോർട്ടേജ് ഉണ്ട്. കാനഡ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3.5 ഇരട്ടി മുഴുപ്പുള്ള രാജ്യമാണ്. ആകെ 3.5 കോടി അല്ല 4 കോടി ജനങ്ങൾ താഴെയുള്ളൂ. ആ രാജ്യത്ത് ഇനി ഒരുപാട് ഡെവലപ്മെൻറ്റും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വളരേണ്ടതുണ്ട്. പക്ഷെ അതിന് ആവശ്യമുണ്ട് ആൾക്കാർ. പക്ഷെ അതൊക്കെ സ്കിൽഡും അൺസ്കിൽഡും ആയിട്ടുള്ള ഒരുപാട് ലേബേഴ്സിനെ അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ എപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരുപാട് ആൾക്കാർ വന്നു, അതുകൊണ്ട് അത് കുറച്ച് കാലത്തേക്ക് അങ്ങ് നിന്ന് പോകും. പക്ഷെ മാത്രമല്ല അവിടുത്തെ ഗവൺമെൻറ്റിൽ വന്ന മാറ്റങ്ങൾ അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് NDP എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനായ ഒരാൾ നയിക്കുന്ന ഒരു പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെൻറ് ഭരിച്ചത്. അതുകൊണ്ട് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ആ രാജ്യത്തിലേക്ക് പോകുന്ന ആൾക്കാരെ തടയാനും അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് റിലേഷൻ, കാരണം പഞ്ചാബികളാകുമ്പോൾ അവർക്ക് അവരുടെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ, അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കപ്പെട്ടു.
അദ്ദേഹത്തിന്റെ ഒരു കളിപ്പാവയായിട്ട് ആ പ്രധാനമന്ത്രി മാറി. പക്ഷെ അവര് അപ്രസക്തരായി. 2015 മുതലാണ് ട്രൂഡോ കയറിയതിനു ശേഷമാണ് മാറി വന്നത്, റൂൾസ് മാറി. ട്രൂഡോ മറ്റേ ഈ NDP എന്ന് പറഞ്ഞ പാർട്ടിയുടെ സപ്പോർട്ട് കൂടിയാണ് ഭരിച്ചത്. ഇപ്പൊ NDP അപ്രസക്തരായി. ഇപ്പൊ ഇവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. ഇപ്പൊ ഇവര് പ്രോപ്പറായിട്ട് കാനഡയുടെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യും. അപ്പൊ ഇന്ത്യയുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ എന്തായാലും ഇനിയും ഇമ്പ്രൂവ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് വളരെ ഇത് ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും ആൻസർ ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റഡി അബ്രോഡ് ചെയ്യുന്നു, ധാരാളം ആളുകൾ ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലേക്ക് സ്റ്റഡി ഇൻ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവം കാര്യമായിട്ട് നടക്കാത്തത്? അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇപ്പോൾ ഇവിടെ തന്നെ പല കോളേജുകളും പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു, പല എഞ്ചിനീയറിംഗ് കോളേജുകളും പൂട്ടിപ്പോകുന്നു, നമുക്ക് ഇത്രയും ജനസംഖ്യയുണ്ട്. ഇപ്പൊ MBBS പുറത്തേക്ക് എത്ര ആൾക്കാരാണ് പഠിക്കാൻ പോകുന്നത്? നമുക്കിവിടെ സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്, ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്തുകൊണ്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും പഠിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല? പക്ഷെ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കും ഈ പറഞ്ഞ പോലെ ഒരു ഫോറിൻ മണി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ആക്കാൻ പറ്റില്ലേ? അത് വലിയൊരു ബിസിനസ് സാധ്യതയും കൂടെ അല്ലേ? എന്തുകൊണ്ടായിരിക്കും നടക്കാത്തത്? തീർച്ചയായിട്ടും സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പണ്ട് തൊട്ട് എഡ്സിൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ. പക്ഷെ ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം അത് ഒരുപാട് ആക്റ്റീവ് ആവുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുക, അവിടെ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വലിയ പരിമിതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ UGCയുടെ റൂൾസും കാര്യങ്ങളൊക്കെ കുറേ ചേഞ്ചസ് വരുത്താനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ 100-ലേറെ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഇവിടെ പലയിടത്തും ആൾക്കാരില്ലാതെ വന്ന് പല എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടിയത് നമ്മൾ കണ്ടാണ്. പക്ഷേ വിദേശത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രിയിൽ, സാർക്ക് കൺട്രീസ്, അവിടെ നിന്നൊക്കെ $500 ഫീസ് വെച്ചാൽ എത്രയോ ഫീസ്. ഇവിടുത്തെ ഫീസ് ഒരു $1000 എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ തുകയല്ല. അപ്പം അത് കൊടുത്ത് ഇവിടെ ഈ ആഫ്രിക്കക്കാരൊക്കെ പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ റൂൾ അനുസരിച്ച് അതിവിടെ വന്ന് പഠിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം എൻട്രൻസ് എഴുതണം, അങ്ങനത്തെ പല റൂൾസ് ഇതിൻ്റെ അകത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുന്നത്. അല്ല, മാത്രമല്ല, പക്ഷെ അതൊക്കെ ഇപ്പം ബാംഗ്ലൂർ പോലെയുള്ള ടൗണ് ഇതിലൊക്കെ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ മനോഭാവം മാറണം ഈ രംഗത്ത്. കാരണം ഇവരെയൊക്കെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. അവർക്കുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കണം, നൈറ്റ് ലൈഫ് വേണം. ഇതൊക്കെയാണ് പുറത്തുനിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ രാജ്യത്ത് എങ്ങനെയായിരുന്നു അതൊക്കെ. കേരള PSC എക്സാമിനേഷൻ എഴുതാൻ ലോകത്തുള്ള വളരെ കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാത്രമേ ഇവിടുന്ന് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ മെഡിസിൻ പഠിക്കുകയാണെങ്കിൽ നാട്ടിൽ വന്ന് FMG എക്സാം എഴുതുന്നു, ഇവിടുത്തെ ഡോക്ടറായ മാത്രമേ ഇവിടെ ഗവൺമെന്റ് സെറ്റിൽ കയറുള്ളൂ. അതേസമയം UK-ലോ ഇപ്പൊ ഏത് ബ്രസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കാനഡയിൽ പോയാലും ഇവിടെ UGC അംഗീകരിക്കില്ല. എന്തൊക്കെ പരിപാടികളല്ലേ! ഗ്രാജുവലി മാറ്റം വരുള്ളൂ. പിന്നെ നമ്മൾ ഇന്ത്യയിലെ ആൾക്കാർ നോക്കുമ്പോൾ സ്റ്റുഡൻസ് നല്ല ക്രൈം റേറ്റ് ഉണ്ടാകാൻ പാടില്ല, അവർക്ക് സേഫ് ആയിരിക്കണം, അവർക്ക് നല്ല അക്കോമഡേഷൻ കൊടുക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തല സൗകര്യങ്ങൾ ഇനി ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട് ഈ രംഗത്ത്. അതായത് നൈറ്റ് ലൈഫൊക്കെ നമ്മൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ അതൊന്നും സംഭവിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചു, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവിടെ അവസാനിക്കുന്നത് നമ്മൾ കണ്ടത്. ശരിയാണ്, നൈറ്റ് ലൈഫ് കൊടുക്കും, പക്ഷെ രാത്രി 10 മണി വരെ. അതാണ് സംഭവം അല്ലേ? നമ്മളെ സംബന്ധിച്ച് എത്രയോ കുട്ടികൾ, നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 2 സ്ഥലമുണ്ട്. അതായത് ഇടുക്കിയും വയനാടും. നല്ല ക്ലൈമറ്റാണ്, ആൾക്കാർക്ക് വന്ന് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മേഖലയാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ഈ ബീച്ചസും ഈ കേരളത്തിൽ 12 മാസവും നല്ല ക്ലൈമറ്റുമാണ്. അപ്പം വിദേശത്തുനിന്ന് കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് കേരളം. അതെ അതെ. ഇപ്പം ഞാൻ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിച്ചത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ 1-2 ഫോറിൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും ഈ ബ്രോഷറിൽ ഈ ഫോറിൻ സ്റ്റുഡൻസിനെ വെച്ച് മാർക്കറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു സമയം നമുക്കുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നില്ല അത്രയൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നുള്ളത്. ആ ബ്രോഷറിന്റെ ഫോട്ടോസ് സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഫോട്ടോയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഡൊമസ്റ്റിക് അഡ്മിഷൻസാണ്. ഞാൻ മംഗലാപുരം പഠിക്കുന്ന സമയത്ത്. അന്നേരം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 2007-06 ഞങ്ങൾ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് RX സെന്ററിൽ ഫ്രണ്ടിൽ ഞാൻ പോകും, ബാക്കിൽ ഓട്ടോറിക്ഷയിൽ കാൻഡിഡേറ്റ് ഉണ്ടാവും, കോളേജ് കൊണ്ടേ കാണിക്കും. ആ സമയങ്ങളിലൊക്കെ എനിക്ക് സാന്റോ മോണിക്ക അറിയാം കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റഡി ഇൻ ഇന്ത്യ ആയിരുന്നു പ്രൊമോട്ട് ചെയ്തത്. അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസ് കേരളത്തിലുള്ള പിള്ളേർക്ക് കർണാടക, മഹാരാഷ്ട്രക്ക് പോയി പഠിക്കുന്നത്. അത് പിന്നീട് നമ്മൾ സ്റ്റഡി അബ്രോഡിലോട്ട് മാറി. ഇപ്പൊ ഞങ്ങൾ സ്റ്റഡി ഇന്ത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടക, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ തമിഴ്നാടുള്ള കോളേജുകളായിട്ട് ഞങ്ങൾ സ്റ്റഡി ഇന്ത്യന്റെ ഇന്റൻഷനെ അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. പുറത്തുനിന്ന് വരുന്നത് NRIs, അതായത്
GCC രാജ്യങ്ങളിലെ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ വരാൻ തയ്യാറാണ്. കാരണം അവിടുത്തെ ഗവൺമെൻറ്റും ഒരുപാട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരുടെ സ്കോളർഷിപ്പിൻ്റെ തുകയിൽ ലിമിറ്റ് ചെയ്തിട്ടാൽ ഇന്ത്യയിൽ കുട്ടികൾ വരാനും തയ്യാറാണ്. പിന്നെ ഇന്ത്യയും ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഒരുപാട് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് വിദേശത്ത് കുട്ടികൾ. പക്ഷെ അത് നമ്മളെ കേരളത്തിലെ ഭരണാധികാരികളൊക്കെ ചിന്തിച്ച് ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുമായിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടേ. ഞാൻ ആ വാർത്തേനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ശ്രീലങ്കൻ പൗരൻ അദ്ദേഹത്തിന് ഇവിടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമെന്നും പറഞ്ഞുകൊണ്ട് എന്തോ കോടതിയിൽ പോയൊരു സംഭവമാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയ ഒരു സംഭവമാണ്. അപ്പോൾ കോടതി പറഞ്ഞത് ഇവിടെ അല്ലേ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കണ്ട അഭ്യർത്ഥികളെ ഒന്നും നമുക്കിവിടെ കയറ്റി താമസിപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം റിജക്റ്റ് ചെയ്തു. അതൊരു കറക്റ്റ് അതിൻ്റെ എനിക്കറിയില്ല, ഞാൻ ഒരു റഫായിട്ടൊരു കണ്ട വാർത്തയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മളൊക്കെ എന്താ ബേസിക്കലി ചെയ്യുന്നത്? ഇവിടെ ആൾക്കാർ വിദേശത്ത് പോകുന്ന പകുതി ആൾക്കാരും എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിന്ന് PR-ഉം പാസ്പോർട്ടും വാങ്ങിച്ച് അവിടെ കൂടെ നോക്കുന്ന സമയമില്ല അത്. പക്ഷെ ആ കാര്യത്തിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ കാനഡ എന്ന് പറഞ്ഞ രാജ്യം ലോകത്ത് തേർഡ് അല്ലേ, തേർഡ് ലാസ്റ്റ് കൺട്രിയാണ്. അവിടെ 3.5 കോടി ജനങ്ങളാണ് അവിടുത്തെ പോപ്പുലേഷൻ. അതേ പോപ്പുലേഷനാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഓസ്ട്രേലിയയിലാണ് 2.5 കോടി 3 കോടിക്ക് താഴെ ജനങ്ങളെ ഉള്ളൂ. ബാംഗ്ലൂർ സിറ്റി 1.5 കോടി ജനങ്ങളെ ഉണ്ട്. അപ്പൊ അത്രയും ഡിഫറൻസ് ഉണ്ട് നമ്മുടെ രാജ്യവും അവിടെയുള്ള ആൾക്കാർ. കോടതി പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ അതെ, കോടതി പറയാം. ഞാൻ അതിനകത്തെ ഒരു ഇത് ആലോചിക്കുമായിരുന്നു. ഇത് പിന്നെ ഒരു തിയറി ഉണ്ട്, പുഷ് പുൾ തിയറി എന്ന് പറയും. അതായത് പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക. അതായത് നമ്മുടെ ഇപ്പം നമുക്കറിയാം, യുദ്ധം മൂലവും ദാരിദ്ര്യം മൂലവും പ്രകൃതി ദുരന്തം മൂലവും ഒരുപാട് ആൾക്കാർ വേറെ രാജ്യത്തേക്ക് അഭയാർത്ഥികളായിട്ട് പോകുന്നുണ്ട്. അവരെ തള്ളി വിടുകയാണ്, കാരണം അല്ല അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്ന പുൾ തിയറിയുടെ പാർട്ടായിട്ട്, അതായത് അവരെ അവിടെ ഇതിനേക്കാളും നല്ല മെച്ചപ്പെട്ട അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വലിച്ചെടുക്കുകയാണ്, മറ്റത് അവരെ തള്ളി വിടുകയാണ്. അപ്പം നമ്മൾ ഈ പുൾ ഫാക്ടറിയിലുള്ള ആൾക്കാരാണ് ഈ നമ്മുടെ ആൾക്കാർ കൂടുതലും ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത്. അപ്പം നമുക്കറിയാം 1970 ശേഷം ഗൾഫ് വിപ്ലവം ഉണ്ടായി. ഇഷ്ടം പോലെ ഗൾഫിലേക്ക് ആൾക്കാർ പഠിക്കാൻ ജോലി ചെയ്യാൻ പോയി. അതിനു മുമ്പ് മലേഷ്യ, സിംഗപ്പൂർ, സിലോൺ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയി. ഒരുപാട് നമ്മുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ബ്രൂണയിലേക്ക് പോലും ഒരു കാലഘട്ടത്തിൽ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പോയി. ശരിയാണ്, ഇഷ്ടം പോലെ ഇന്ത്യൻസ് പല രാജ്യങ്ങളിലും. അപ്പൊ ഇന്ത്യക്കാർ ഇപ്പൊ ഫിജിയിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്രൂണയിലേക്ക് പോലും എന്ന് പറയാൻ പറ്റില്ല. ബ്രൂണൈ വലിയൊരു സംഭവമാണ് ശരിക്കും, ഭയങ്കര ഓയിൽ റിച്ച് സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ രാജാവും രാജഭരണവും ഒക്കെയാണ്, അതിന്റെ ഫ്രീഡത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ജനസംഖ്യയുടെ ഇഷ്യൂ ഉണ്ട്. ചിലയിടത്ത് ഒരുപാട് ആൾക്കാർ, കുറച്ച് ആളുകളുള്ള സ്ഥലമാണ്. എന്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ, എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. പക്ഷേ നമ്മൾ ഒരു കാലത്ത് ഇന്ത്യക്കാരാണല്ലോ. ഇപ്പം ഫിജിയിൽ പോയാൽ മുഴുവൻ ഏതാണ്ട് ഭൂരിപക്ഷം ഇന്ത്യക്കാരാണല്ലോ. ഇത് മൗറീഷ്യസിൽ പോയ ഇന്ത്യക്കാരാണ്. തെക്കേ അമേരിക്കൻ രാജ്യമായ സൂറിനാമിൽ പോയാൽ മുഴുവൻ ഇന്ത്യക്കാരാണ്. ബ്രൂണൈ സുൽത്താന്റെ പേഴ്സണൽ ഡോക്ടർ ഒരു ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്. ഡോക്ടർ അലക്സാണ്ടർ സംതിങ് എന്ന പേര് വരുന്നത്. അതെ, പേഴ്സണൽ ഡോക്ടർ. ഈ ഇപ്പോഴ് 2025 ഇപ്പം നമ്മൾ വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഈ കലൂര് മുതൽ ആലുവ വരെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് നമുക്കൊരു 100-ലധികം സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളുടെ ബോർഡുകൾ കാണാൻ സാധിക്കും. കലൂരിൽ നിന്ന് ഇവിടെ വരെ പോയാൽ മതി, നമ്മുടെ എന്താ പറയുക, ആലുവ വരെ പോയാൽ മതി. അപ്പം എറണാകുളം എന്ന് പറഞ്ഞ ഒരു ചെറിയ നഗരത്തിൽ ഈ 5-6 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയധികം കൺസൾട്ടൻസികൾ ഇപ്പോൾ ഉണ്ട്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഓരോ 2 ടയർ 3 ടയർ സിറ്റികളിലും ടൗണുകളിലും ഗ്രാമങ്ങളിലും വരെ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികൾ കൂണുപോലെ വളർന്നു വന്നിരിക്കുകയാണ്. ശരിക്കും ഈ സ്റ്റഡി അബ്രോഡ് വിടുന്ന സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടോ? ഇപ്പം നമുക്ക് ഈ പുറത്തേക്ക് വിദേശത്തേക്ക് മൈഗ്രേഷൻ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ലൈസൻസ് ഒക്കെ വേണമല്ലോ. ഈ സ്റ്റഡി അബ്രോഡ് കമ്പനികൾക്ക് നിലവിൽ ഇപ്പൊ എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടോ? എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടോ? ഇനി അഥവാ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഗവൺമെന്റിനോടൊരു പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു റെഗുലേഷന് വേണ്ടി നിശ്ചയിക്കേണ്ട മാനദണ്ഡങ്ങൾ? അതായത് ശരിക്കും നിലവിൽ ഒരു നിയമവും ഇതിനകത്ത് ബാധകമല്ല. ആർക്ക് വേണമെങ്കിൽ നാളെ തുടങ്ങാം. ഒരു മനോഹരമായ ഓഫീസ് ഉണ്ടാക്കി ആൾക്കാരോട് പുറത്തു വിടാം എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ പൈസ വാങ്ങി ഒരു കമ്പനി വേണമെങ്കിൽ
അപ്രത്യക്ഷനാകുകയും ചെയ്യാം. പക്ഷേ ഇത് നിയമപരമായിട്ട് ഗവൺമെൻറ് ഇതിന് റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പേ പല ആൾക്കാരും നമ്മളെപ്പോലുള്ള പലപ്പോഴും ഗവൺമെൻറ് നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇതിനകത്ത് വരുന്നവരാരാണ്, എന്താണ് ബിസിനസ് ചെയ്യുന്നത്, ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ രാജ്യത്തേക്കാണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ, പോകുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് കൈമാറണം. ഇപ്പോൾ നമുക്കൊക്കെ ഈ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും കൂടി അവിടെ റിട്ടേൺ ഫയൽ ചെയ്യണം. നമ്മൾ ആരെയാണ് റിക്രൂട്ട് ചെയ്തത്, എത്ര പേര് പോയി, ഏത് കൺട്രിയിലേക്ക് പോയി, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എവറി മന്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ സിസ്റ്റം ഈ രംഗത്തുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരുപാട് നമ്മുടെ സാധാരണക്കാരുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം പോകുന്നത്. അതായത് നല്ലൊരു ഏജൻസി ചെല്ലുമ്പോൾ അവർ പറയും ഇത് നിങ്ങളിങ്ങനെ ഡോക്യുമെന്റ് വേണം, ഇത്ര ഫണ്ട് വേണം, ഫീസ് വേണം എന്നൊക്കെ പറയും. കാരണം അവർ ജെന്യുവനായിട്ട് വിടാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം അല്ലാത്തവർ പറ്റിക്കണമെന്ന് വിചാരിച്ച് ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യും, അവർ പറയും ഇതൊന്നും വേണ്ട, നിങ്ങൾ കുറച്ച് പൈസ തന്നാൽ മതി. അവർ പറഞ്ഞതിന്റെ പകുതി പൈസക്ക് നിങ്ങൾ വിടാന്ന് പറയും. അപ്പൊ ഇത് കേട്ടിട്ട് ഇവർ കുറെ പൈസ കൊണ്ടേ കൊടുക്കും. ഇവര് 6 മാസം കഴിയുമ്പോൾ അവർ വാനിഷാവും. എക്സ്റ്റേണൽ അഫേഴ്സ് തന്നെ ഇതേ രീതിയിൽ ചെയ്താൽ മതി. അതായത് ഇപ്പൊ നമ്മൾ ജോബ് കൺസൾട്ടൻസി കൊടുക്കുന്ന ലൈസൻസ് ഇല്ലേ, അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്റ്റുഡൻസിനെയാണോ റിക്രൂട്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ കാറ്റഗറിയാണ്, ഒരു സ്ലാബ് ഉണ്ട്. ഇപ്പോൾ 100 സ്റ്റുഡൻസ് 200,000 അതേ രീതിയിൽ നമ്മളൊരു ഫണ്ട് അവിടെ കൊടുക്കുന്നു, ഫ്രീസ് ചെയ്ത് വെക്കുന്നു. അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇത്ര സ്ക്വയർ ഫീറ്റ് ഓഫീസ് വേണം, അതൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്. അതേ രീതി ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കുറവുണ്ടായിരിക്കും. മീൻസ് പുതുതായിട്ട് ആർക്കും ഓപ്പൺ ആക്കാം. അതെ, കേരള ഗവൺമെന്റ് വേണമെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഗവൺമെന്റിന് ഫണ്ടില്ല. എല്ലാ ഏജൻസിനും 10-9 ലക്ഷം രൂപ വെച്ചിട്ട് ഇതിന് ഫീസ് അടക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ തയ്യാറുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, ഈ ഒരു സംഭവം റെഗുലേഷൻസ് ഇപ്പൊ ഇല്ല. എന്നിരുന്നാലും ഈ സ്റ്റുഡൻസിനെ നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ധാർമ്മികമായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളില്ലേ? അതായത് ഒരു സ്റ്റുഡൻ്റ് ആണ്, ആ സ്റ്റുഡൻറ് ആ ആളുടെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് അയാൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പഠിക്കാൻ പോകുമ്പോഴത്തേക്കിനും നമ്മൾ റോങ് ആയിട്ടുള്ളൊരു പാതയിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ആളുടെ ലൈഫ് അവിടെ കുളമാവുകയാണ്. അവൻ പഠിക്കാൻ പോയി, അവൻ്റെ സാമ്പത്തിക നഷ്ടം, പിന്നെ അവൻ്റെ മാനസികമായിട്ടുള്ള വിഷമം, അവിടെ പോയിട്ട് അവൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് അവർ ഉദ്ദേശിക്കുന്ന പോലെ ജോലി കിട്ടിയില്ലേ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട്, ഈ പ്രാഗെല്ലാം കൂടെ നമ്മുടെ തലയിൽ വന്നിരിക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ ധാരാളം റോങ് കമ്മിറ്റ്മെൻറ്റ്സ് വരുന്നൊരു മേഖലയാണ് സ്റ്റഡി അബ്രോഡ്. അതായത് നീ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, നീ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് 100% അതാണ്, മറ്റതാണ്, മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോലി വാഗ്ദാനങ്ങളും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം റോങ് കമ്മിറ്റ്മെന്റ്സ് കൊടുക്കുന്ന ഒരു മേഖലയാണ്. അതായത് എങ്ങനെയെങ്കിലും എനിക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്തേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് റോങ് കമ്മിറ്റ്മെന്റ്സ് കൊടുക്കുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചതിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അവരോടൊക്കെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റഡി ഇൻ UK എന്ന രീതിയിൽ ഇപ്പോൾ സ്റ്റഡി ലിങ്ക്സ് ഉൾപ്പെടെയുള്ള കൺസൾട്ടൻസികൾ നമ്മൾ കൊടുക്കുന്ന പോസ്റ്ററിൽ എന്താ ഉണ്ടാവാറ്, ലണ്ടൻ ടവർ ബ്രിഡ്ജാണ്. ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ തന്നെ ചെയ്യാറ്. കാരണം അത് റോങ് അല്ല, റൈറ്റ് ആണ്. ലണ്ടൻ ടവർ ബ്രിഡ്ജ് ഉള്ളത് ഈ ലണ്ടനിൽ തന്നെയാണ്. അപ്പോൾ സ്റ്റുഡൻസിന്റെ മൈൻഡിൽ ശരിക്കും ആ ഒരു പിക്ചറാണ്. ഏത് രാജ്യമാണോ ആ രാജ്യത്തെ ടൂറിസ്റ്റ് പ്ലേസിലായിരിക്കും പിക്ചർ ഉണ്ടാവുക. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ചില സ്റ്റുഡൻസിന് ഹോസ്റ്റൽ ലോകത്ത് എല്ലായിടത്തും സെയിം തന്നെ. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് പോകുന്ന ഹോസ്റ്റൽ കർണാടക പോയാലും കേരളത്തിലാണെങ്കിലും ലണ്ടനിലും സെയിം ഹോസ്റ്റൽ തന്നെയാണ്. ഐ മീൻ റൂം അതേ രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കണ്ടേ? അപ്പോഴാണ് അവർക്ക് ഒരു ഞാൻ ഉദ്ദേശിച്ച സ്ഥലമല്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായാൽ മതി. നമ്മൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഒരു ധാരണ സ്റ്റുഡൻസ് ഉണ്ടാവും. മാത്രമല്ല ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് ഒരു രാജ്യത്ത് പോകണം, ഞാൻ എപ്പോഴും പറയുന്നത് ഞങ്ങൾ പറയുന്ന മാത്രം വിശ്വസിക്കരുത്. നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറണം, അവർ സോഷ്യൽ മീഡിയ ലിങ്കിൽ കയറി അവിടെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. അവിടുത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ടേ നിങ്ങളത് പോകാവുള്ളൂ. അല്ലാതെ ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല, ചിലപ്പോൾ ആ ഫാമിലിയെ മൊത്തമാണ് അഫക്ട് ചെയ്യുന്നത്. കാരണം ഒരു ഫാമിലിയുടെ മൊത്തം പ്രതീക്ഷയായിട്ടായിരിക്കും ഒരു കുട്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികൾ എങ്ങനെയൊക്കെ ആ രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ കൂടെ പഠിച്ചവരോ ഇവരുടെ സീനിയർ ബാച്ചിൽ പഠിച്ചവരൊക്കെ ഉണ്ടാവും ആ രാജ്യത്ത്. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ വന്നാൽ അവിടുത്തെ സാഹചര്യം എന്താണ്, നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾസ്, ഇപ്പൊ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി എന്തൊക്കെ പഠിക്കുക എന്നുള്ളത് കറക്റ്റ് വെബ്സൈറ്റിലുണ്ട്. മൊഡ്യൂൾസ് നോക്കുക, നമുക്ക് പഠിക്കാൻ. അത് ഏറ്റവും വലിയ പ്രശ്നമാണ് മൊഡ്യൂൾസ്. നമ്മൾ അതായത് ഒരു കോഴ്സിന് ചേരുമ്പോഴത്തേക്കിനും ആ മൊഡ്യൂൾസ് നോക്കി എനിക്ക് പറ്റുന്നതാണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണ്ട. ചില രാജ്യങ്ങൾ എമിഗ്രേഷൻ ചോദിക്കാറുണ്ട്, നിങ്ങളെ മൊഡ്യൂൾസ് എന്ന് പറയാൻ പോകുന്നു. ഇത് കൊച്ചിയിൽ പോലും എമിഗ്രേഷനിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് എല്ലാവരും വിടുന്നത്. കാരണം അങ്ങനെ എമിഗ്രേഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ ജോബ് അവിടെ ചെയ്യേണ്ടി വരുന്നത് ഇവിടെ ഒരു പ്രോപ്പർ റെഗുലേഷൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ പലരും ഇപ്പോൾ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്ത് അത് കിട്ടിയില്ല എങ്കിൽ പിന്നെ കിട്ടുന്ന കോഴ്സിന് പോകാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് എന്തായാലും ഈ വർഷം പോകണം,
എന്തായാലും ഞാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പലപ്പോഴും പറയുന്നത് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് പോയാൽ മതി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് അന്നേ കിട്ടുള്ളൂ. അപ്പോൾ അവർ നമ്മൾ പറയുന്നത് കേൾക്കില്ല, അവർക്കത് പോകാനുള്ള ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് ചാടിക്കയറി കിട്ടുന്ന കോഴ്സിന് പോകും. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങളൊരു കോഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ റെലവൻ്റ് ആയിട്ട് ഇൻഡസ്ട്രി ആ ഏരിയയിലുണ്ടോ. ഇപ്പോൾ ഒരു കെമിക്കൽ എഞ്ചിനീയറിങ് അതുമായി ബന്ധപ്പെട്ടൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റുവട്ടം, അതായത് നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു സറൗണ്ടിങ്ങിൽ അതുമായി റിലേറ്റഡ് ഇൻഡസ്ട്രി ഉണ്ട്. നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടണമെങ്കിലോ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിലോ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു കോഴ്സ് പഠിക്കുന്നു, ആ സ്ഥലത്ത് ഒരു ഇതുമായി റെലവൻ്റ് ആയിട്ടൊരു ഇൻഡസ്ട്രിയിൽ നമ്മളവിടെ പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. അതെ, ശരിക്കും ഈ കുട്ടികൾ ഇപ്പം പഠിക്കാൻ വേണ്ടി തന്നെയാണോ പുറത്തേക്ക് പോകുന്നത്, അതോ മൈഗ്രേഷന്റെ ഭാഗമായിട്ടാണോ പോകുന്നത്? എങ്ങനെയാണ് ഒരു മെജോറിറ്റി ഇപ്പൊ കാണുന്നത്? പഠിക്കാനായിട്ട് പോകുന്ന സ്റ്റുഡൻസിന് ഈ പറയുന്ന കംപ്ലൈൻസ് ഉണ്ടാവില്ല. ഓക്കെ, അതൊരു മൈഗ്രേഷൻ ഓപ്ഷൻ ആയിട്ട് കാണുമ്പോഴാണ് കൂടുതൽ കംപ്ലൈൻറ്റ്സ് വരുന്നത്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, എനിക്ക് ഈ ജോലി കിട്ടിയില്ല. കാരണം അവരോ ഇന്റൻഷൻ ജോലി മാത്രമായിരിക്കും, ജോലിക്ക് മാത്രമായിട്ട്. ഞാൻ പറഞ്ഞു ആദ്യം സൂചിപ്പിച്ച ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളിപ്പോൾ ഞാനൊക്കെ ഒരു ഗവൺമെന്റ് കോളേജ് പഠിച്ചതാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നവരെല്ലാം എൻ്റെ ലൊക്കാലിറ്റിയിലുള്ളവരെല്ലാം വേറെ ആരുമില്ല. പക്ഷെ ഞാനൊരു ഇന്റർനാഷണൽ ഒരു വിദേശത്ത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു കഴിഞ്ഞാൽ 120 രാജ്യങ്ങളിലെ സ്റ്റുഡൻസിന്റെ ഒപ്പം ഇരുന്ന് എനിക്ക് പഠിക്കാം. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഞാൻ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിച്ചത്. ഞാൻ താമസിച്ച ഹോസ്റ്റലിൽ മൊത്തം മലയാളി ഫ്രണ്ട്സ് ആയിരുന്നു, ക്ലാസ്സിലും മൊത്തം മലയാളി ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ മലയാളികളുടെ കൂടെ മാത്രമായിരുന്നു. യൂകെ പോയാലും ലണ്ടനിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഇത് തന്നെ അവസ്ഥ. അങ്ങനെയാണ്. പിന്നെ എങ്ങനെ എക്സ്പോഷർ കിട്ടും? അതൊരു ചേഞ്ച് ചെയ്യാൻ തയ്യാറാകണം. നമ്മൾ ഈ അധികം ഇന്ത്യൻ സ്റ്റുഡൻസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, സെലക്ട് ചെയ്ത് പോകണം. ഇന്ത്യൻ കമ്മ്യൂണിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ നോക്കി പോകണം. ഒക്കെ ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് ഇതൊക്കെ പോകാം. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചച്ഛൻ്റെ മകൻ അവിടെ പോയി, എനിക്ക് അവിടെ തന്നെ പോകണം. ഇതാണ് ആൾക്കാർ. സാർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കുറേ പോയിന്റ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കൺസൾട്ടൻസികളുള്ള സ്റ്റേറ്റ് ആണ് കേരളം. ഇന്ത്യൻസ് ഇല്ലാത്ത മലയാളീസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിലേക്ക് ഇവരെല്ലാവരും കൂടി റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും മലയാളീസ് ആവില്ലേ? അപ്പോൾ സ്റ്റുഡൻസ് ശരിക്കും അവിടെ എത്തിയിട്ട് ഓപ്റ്റ് ചെയ്യണം. അതായത് ഇന്ററാക്ഷൻ കൂടുതൽ ലോക്കലിറ്റ്സിനോടത്തിലാവണം. അവർ ജോലിക്ക് പോകുമ്പോഴും അക്കോമഡേഷനിലും അവർ ഓപ്റ്റ് ചെയ്യണം, അവർ ചൂസ് ചെയ്യണം. ഇത് കൺസൾട്ടൻസികളോ സ്റ്റുഡൻസോ യൂണിവേഴ്സിറ്റി മാറിക്കൊണ്ട് കാര്യമില്ല. കാരണം ചിലപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ 2 മലയാളി ഉണ്ടാവുള്ളൂ, അവർ 2 പേരായിരിക്കും കൂടുതൽ കമ്പനി. വേറെ ആരായിട്ടും മിണ്ടിയില്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങളല്ലേ. ശരിക്കും ഭയങ്കര ഒരു സാച്ചുറേറ്റഡ് മേഖലയായി മാറിയല്ലേ സത്യം പറഞ്ഞപ്പോ. ഒരു കാലത്ത് ട്രാവൽ ഏജൻസികളായിരുന്നു ധാരാളം. ഇപ്പൊ ട്രാവൽ ഏജൻസികളുടെ ആ ഒരു സ്കോപ്പ് ഉണ്ട്. പക്ഷെ എന്നാലും പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാവരും യാത്ര പോകുന്നവരുടെ എണ്ണം കൂടി, ലോകം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ. പണ്ട് യൂറോപ്പ് കണ്ട ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇന്നിപ്പോ എത്രയോ ആൾക്കാരെ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നു. ടൂറിസം മേഖലയിൽ ഭയങ്കര ചേഞ്ചസ് വന്നു. മനുഷ്യർ യാത്ര ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മൂന്നാറിൽ പോയി ഒരു 2 ദിവസം നിൽക്കണമെന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ ആൾക്കാർ. അത് കോവിഡ് കഴിഞ്ഞിട്ട് മനുഷ്യന് ചിന്താഗതി വന്നു. കാരണം ഒരു പനിയും ഒരു ചുമയും വന്നു കഴിഞ്ഞാൽ തീരാനുള്ള ലൈഫ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്തെങ്കിലും ഉള്ള പൈസയ്ക്ക് നമ്മൾ ലോകം മുഴുവൻ കാണണം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോകണം. ഞങ്ങൾ ഈ ടൂർ ആൻഡ് ട്രാവൽസ് രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പലരും പറയും എൻ്റെ ഒരു 3 ലക്ഷം രൂപയുണ്ട്, എന്നെ ഏതൊക്കെ രാജ്യത്ത് കൊണ്ടുപോകാൻ പറ്റും? ഇങ്ങനെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും ക്യാമ്പസുകളും ഒക്കെ അറ്റ്ലീസ്റ്റ് ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ട് ചെയ്യണം എന്ന്. എക്സ്പെൻസീവ് അല്ലേ, അത് പോസിബിൾ അല്ലല്ലോ. ഞങ്ങളൊക്കെ സാധാരണ ഞങ്ങളുടെ ഒരു ടീം എപ്പോഴും പുറത്തുണ്ടാവും. ഞങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ് അതല്ലേ. അത് എല്ലാവരെ സംബന്ധിച്ച് സാധിക്കണമെന്നില്ല. വലിയ എക്സ്പെൻസീവ് ആണ് യാത്ര ചെയ്യുക, അവിടെ എത്തുക, ഇതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ പോയ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ആ ലൊക്കാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ജോലി സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്ത് കോഴ്സ് പഠിക്കാനായിരിക്കും ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നത്? എല്ലാ മേഖലയിലും പോകുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ എപ്പോഴും ആൾക്കാരോട് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഈ ബിസിനസ് സ്റ്റഡീസ് പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ജോലി സാധ്യത കുറവാണ്. കാരണം നമ്മൾ വേറൊന്നുമല്ല, നമ്മുടെ അവിടെ ഉള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. ഞാൻ MBA പഠിച്ചു കഴിഞ്ഞാൽ എന്നെ MBA പഠിച്ച അവിടുത്തെ ആൾക്കാരുണ്ടാവും. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർക്കായിരിക്കും പ്രിഫറൻസ് കിട്ടുന്നത്. അതേസമയം ടെക്നിക്കൽ ജോബ്സ്, അതായത് എഞ്ചിനീയറിംഗ് മേഖല, പിന്നെ ഹോസ്പിറ്റാലിറ്റി മേഖല, ഹെൽത്ത് കെയർ മേഖല, ഈ രംഗങ്ങളിലൊക്കെ നമ്മുടെ ആൾക്കാരുടെ സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കണ്ടിരിക്കുന്നത് ഹെൽത്ത് കെയർ ഫീൽഡും ഹോസ്പിറ്റാലിറ്റി ഫീൽഡും. അതിന് രണ്ടിനൊരു പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാ ജോലി മൺഡേ ടു ഫ്രൈഡേ തീരും. ഈ ഹെൽത്ത് കെയർ ഫീൽഡിന് സാറ്റർഡേ സൺഡേ ജോലി ഉണ്ടാവും, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. അതുപോലെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിന് ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും ജോലി, അവരുടെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും.
അത് അവിടെ മിക്കവാറും അവിടുത്തെ ലോക്കൽസ് അതിന് പ്രിഫർ ചെയ്യുന്നില്ല. അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. വെറുതെ എന്തിനാണ് ഞാൻ സാറ്റർഡേ സൺഡേ രാത്രി വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മൺഡേ തൊട്ട് വർക്ക് ചെയ്ത് ഫ്രൈഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടിച്ചു പൊളിച്ച് പൈസ തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ നമ്മുടെ ആൾക്കാർ അങ്ങനെയല്ല. നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഡബിൾ പൈസ കിട്ടും, നൈറ്റ് ഡ്യൂട്ടി ചെയ്താലും എടുക്കാൻ തയ്യാറാണ്, ഓവർ ടൈം ചെയ്യും. ഇതൊക്കെ ചെയ്യാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെന്റും കുറച്ചും കൂടെ. നമ്മളന്ന് UK പോയപ്പോ കണ്ടതല്ലേ ഫാമിലി, ഞങ്ങൾക്കൊരു TV വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ വൈഫ് ക്രിസ്മസിന് ഡ്യൂട്ടിക്ക് പോയിരിക്കുക, ഓവർ ടൈം അടക്കം ഫുൾ ഡ്യൂട്ടി, ഒരു ദിവസം ഫുള്ള് വർക്ക് ചെയ്ത ഒരു TV വാങ്ങാനുള്ള £600 കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അതെ, ശരിയാണ്. എന്തല്ലേ ഒരു TV വാങ്ങണമെങ്കിൽ ഒരു അവധി ദിവസം ജോലിക്ക് പോയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നത്. നമ്മുടെ ആൾക്കാർ അതെല്ലാം ചെയ്യാൻ തയ്യാറാണ്. കാരണം അവർ നമ്മുടെ പൈസ ആവശ്യമാണ്. അവിടെ ഉള്ളവരെ സംബന്ധിച്ച് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഹെൽത്ത് ഫ്രീ ആണ്, പ്രൈവറ്റ് പെൻഷൻ ഉണ്ട്. പല രാജ്യങ്ങളിലും സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള രാജ്യങ്ങളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊന്നും അധ്വാനിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. പിന്നെ നമുക്ക് എന്ത് ജോലി ചെയ്യാനും ഒരു മടിയില്ലല്ലോ പല ആൾക്കാർ. ഇപ്പൊ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഇല്ലേ, നമ്മുടെ മറ്റേ ഹെൽത്ത് കെയർ ഓപ്പറേറ്റർ ഒരു കോഴ്സിനെ പറ്റി ഞങ്ങളൊരു കോഴ്സ് അവതരിപ്പിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നേ. അതിന് താഴെ വന്ന കമന്റാണ്, ഇറ്റലിയിൽ പോയി സായിപ്പിന്റെ ചന്തി കഴുകാനുള്ള ജോലിക്ക് വേണ്ടിയുള്ള കോഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കമന്റ് ഇട്ടു. അതായത് ഓൾറെഡി ആ കോഴ്സിന് ഡിമാൻഡാണ്, അഡ്മിഷൻസ് കയറുന്നുണ്ട്. അതായത് ആളുകൾ വില്ലിങ്ങാണ് പോവാൻ. നമ്മൾ പോകുന്നവരോട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ജോലിയായിരിക്കും അവിടെ കിട്ടുക, ഇന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരിക എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. പോകാൻ ആളുണ്ട് ഇവിടെ അത്രയും. അതായത് ജോലി ചെയ്യാൻ അത് ചില ആൾക്കാർ വളരെ കുറവായിട്ട് പറയും. ഇവിടുന്ന് പോയിട്ട് ആൾക്കാർ ഹോട്ടലിൽ പാത്രം കഴുകുകയാണ്, ഇത് പോകാൻ തയ്യാറും പാർട്ട് ടൈം ചെയ്യാൻ. പാർട്ട് ടൈം ഇതല്ലാതെ വേറെ എന്താ കിട്ടുന്നത്? അത് തയ്യാറുള്ളവരാണ് അത് പോയി ജോലി ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും എല്ലാവരോടും പറയുന്നില്ല നിങ്ങൾ ഒരു +2 കഴിഞ്ഞ് നിങ്ങൾ പോയി ഡിഗ്രിക്ക് ചേരുമ്പോൾ അവിടെ വൈറ്റ് കോളർ ജോബ് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും ആരോട് പാർട്ട് ടൈം കിട്ടുമെന്ന് നമ്മൾ ആരോടും പറയാറില്ല. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ജോലി റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ McDonald's, KFC അങ്ങനെയുള്ള ജോലികൾ മാത്രം. സ്കിൽ ജോബ് കിട്ടാൻ ചാൻസ് ജോലിയല്ലേ. ഇപ്പൊ ഒരു ആഴ്ചയിൽ 20 മണിക്കൂറിലെ 10 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് അങ്ങനത്തെ ജോലിയല്ലേ കിട്ടാൻ പറ്റുള്ളൂ. അവർക്കൊരു കോഴ്സ് അവിടെ പാസ്സായി ഒരു എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആകുമ്പോഴല്ലേ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കും. അതെ അതെ. എന്തായാലും സംഭവങ്ങള് മൈഗ്രേഷൻ അന്നും എന്നും ഒരു മനുഷ്യന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. എത്ര അതിർത്തികൾ കെട്ടി അടച്ചെന്ന് പറഞ്ഞാലും മൈഗ്രേഷനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ വൺ വേൾഡ് എന്ന് പറഞ്ഞൊരു ആശയമായിട്ട് അമേരിക്കയിൽ നിന്നും ഒരു സംഭവിച്ചൊരു കാര്യം ഇപ്പം വൺ വേൾഡ് മാറ്റി എല്ലാവരും വൺ കൺട്രി സെപ്പറേറ്റ് കൺട്രി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൈഗ്രേഷന്റെ ഒരു വലിയൊരു എക്സാമ്പിളും കൂടിയാണ് ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു മേഖല, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് മനുഷ്യന് ലോകത്തിന്റെ ചരിത്രാതീത കാലം മുതൽ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്തോട്ടിരുന്ന കാലഘട്ടമാണ്. അതിങ്ങനെ കാലങ്ങളിൽ ഇപ്പം അമേരിക്ക ഉണ്ടായത് എങ്ങനെയാണ്? ഇവിടുന്ന് യൂറോപ്പിൽ നിന്ന് ആൾക്കാർ പോയതുകൊണ്ട്, ഓസ്ട്രേലിയ ഉണ്ടായത്, ന്യൂസിലൻഡ് ഉണ്ടായതും അങ്ങനെയാണല്ലോ. ഇന്ത്യയിൽ പോലും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ടൊക്കെ സഹകരിച്ചും അല്ലാതെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ ഒരു ഡെവലപ്മെൻ്റ് ഒരു പാർട്ടായത്. ഇപ്പം ലോകം മുഴുവനും ഇതൊരു ചലനമുണ്ട്. അതായത് എവിടെയാണോ അവസരങ്ങൾ കൂടുതലുള്ളിടത്ത്, അവസരങ്ങൾ കുറവുള്ളിടത്ത് ആൾക്കാർ നീങ്ങിക്കൊണ്ടേയിരിക്കും. അത് കാലങ്ങളിലോളം ഉണ്ടാവും. ഓരോ കാലങ്ങളിൽ ചിലപ്പോൾ പട്ടിണിയായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്ന മൈഗ്രേഷനാണ്. നമ്മൾ തന്നെ ഇപ്പം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനം. ഇനി ഈ ആഗോളതാപനം കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്ത് പലയിടത്തേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ക്രമാതീതമായ ചൂട് കൂടി, ചിലയിടത്ത് ക്രമാതീതമായ തണുപ്പ് കൂടി. അപ്പോൾ അവിടുന്ന് വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് നിന്ന് വാസയോഗ്യമായ സ്ഥലത്തേക്ക് ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യും. ഇനി എത്രയോ പുതിയ ദ്വീപുകൾ സൃഷ്ടിക്കപ്പെടാം, എത്രയോ ദ്വീപുകൾ മുങ്ങിപ്പോകാം. അതെ. ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, പിന്നെ പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വന്ന് നിൽക്കുന്നൊരു സമയമാണ്. ലൈക്ക് എനിക്കിവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ ഏത് രാജ്യത്തേക്കും എത്തിപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കാവുന്നൊരു സമയമാണ്. അപ്പോൾ പല മേഖലകളും ഇല്ലാണ്ടായി വരുന്നു, പല മേഖലകൾ പുതിയതായിട്ട് വരുന്നു. ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു മേഖലയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? അതൊരു ലോങ് ടൈം വരുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ ഒരിക്കലും അത് കരുതുന്നില്ല. കാരണം ഒരുപാട് ചേഞ്ചസ് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഡിപ്ലോമാറ്റിക് റിലേഷൻസ്.
അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിനെ കുറിച്ച് സെർച്ച് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പഠിച്ച കാലത്ത് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ല, കാരണം അന്നത്തെ കാലത്ത് ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, ഈ LKG മുതൽ അവർ ഇതാ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനോ എവിടത്തേക്ക് പോകാനോ ചിലപ്പോൾ നാളുകളിൽ ഒരു ഏജന്റിന്റെ ആവശ്യം വരണമെന്നില്ല. കാലഘട്ടം നമുക്കറിയാം. ഒരു ദിവസം ഇവിടുത്തെ കേരളത്തിലെ ലോകത്തെ മുഴുവൻ ടാക്സികൾ അപ്രത്യക്ഷമായി, യൂബർ പോലെയുള്ള ടെക്നോളജി വന്നതുകൊണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇവിടുത്തെ STD ബൂത്തുകൾ 2 ലക്ഷം STD ബൂത്ത് കേരളത്തിലുണ്ട്. അത് പല വിദേശ യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഏതാണ്ട് 15 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലെ ഇപ്പം യൂണിവേഴ്സിറ്റി സാങ്ഷനായി. ഇനി ധാരാളം യൂണിവേഴ്സിറ്റികൾ വരും. ഇനി കുട്ടികളുടെ ഈ കൾച്ചർ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെമസ്റ്റർ എക്സ്ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ 2 വർഷം പഠിക്കുക, അവിടെ പോയി 1 വർഷം പഠിക്കുക, അവിടെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യേണ്ടതും. അതാണ് ഇനിയുള്ള കാലങ്ങളിൽ സാധ്യതകൾ. നല്ല പരിപാടി ആയിരിക്കും അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി പഠിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പഠിക്കുക. അതേപോലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ അടഞ്ഞു നടക്കുന്ന ധാരാളം കോളേജുകളുണ്ട്, അവർക്ക് അക്വയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം വാറിന്റെ ഇഷ്യൂ വന്ന ഒരു സമയത്ത് തുർക്കിയിലേക്ക് പോകുന്നത് ക്യാൻസൽ ചെയ്തിരുന്നല്ലോ NIT. അതെ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തുർക്കിയിൽ വരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ നേപ്പാളിലും ബംഗ്ലാദേശിലും വരെ സ്റ്റുഡൻസ് ഉണ്ട്. പാകിസ്ഥാനിൽ മാത്രം പോകുന്നില്ല. 180 രാജ്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് 180 കൺട്രീസ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അത് ഇന്ത്യയിലേക്ക് ലോകത്ത് പല ഭാഗത്തു നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അതുണ്ട്. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ ഇനിയും വർദ്ധിപ്പിക്കാം. കാരണം ഇന്ത്യയിൽ ഇത്രയും പോലും, അതായത് അത് SRM ഒക്കെ പോലെ വലിയ യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റികൾ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. ഞാൻ പറയുന്നത് നമ്മളൊരു കാലത്ത് ലോകത്തിന്റെ വിദ്യാഭ്യാസം മുഴുവൻ ഇന്ത്യയിലായിരുന്നു. തക്ഷശിലയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. തിരിച്ച് നമുക്ക് അതൊക്കെ ആ വിജ്ഞാനത്തിന്റെ കേന്ദ്രം ഇന്ത്യയിലേക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ എക്കണോമി ഭയങ്കരമായിട്ട് പിന്നെ ബൂമാവില്ലേ? അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് രണ്ടുപേരും എൻ്റെ ചാറ്റ് വിത്ത് ഭക്തൻ പോഡ്കാസ്റ്റിൽ വന്നതിൽ. സ്റ്റഡി അബ്രോഡ് മേഖല ഈ പറഞ്ഞ പോലെ എന്തായാലും മുന്നോട്ട് പോകും. കാരണം എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഈ യൂട്യൂബിൻ്റെ ഒക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും അതുപോലെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അപ്ഡേഷൻ വരും. അതെ, ഒരുപാട് ചേഞ്ചസ് വരും. നമ്മളതനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാണ്. അന്നത്തെ സ്ഥിതിയിൽ തന്നെ ഇപ്പം നമ്മൾ യൂട്യൂബറാണ്. ഇന്ന് എല്ലാ കാലഘട്ടവും നമ്മൾ എടുക്കുന്നതിൽ ചെറിയ ചേഞ്ചസ് നാളെ വരും. അതനുസരിച്ച് നമ്മൾ മാറണം. എന്താണ് ട്രെൻഡ്, അതനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാണെങ്കിൽ ഇതൊന്നും വിഷയമല്ല. ട്രെൻഡിനനുസരിച്ച് മാറണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ യൂട്യൂബറിന് പകരം വേറൊരു കോമ്പറ്റീറ്റർ വന്നാൽ ചിലപ്പോൾ നമ്മൾ അതിനോട് യോജിക്കും. പിന്നെ തീർച്ചയായും ഇപ്പൊ നിങ്ങൾ എല്ലാവരും പണ്ട് പോലെ പരസ്യം ചെയ്തുകൊണ്ടിരുന്ന മേഖലയിലാണോ ഇപ്പൊ നിങ്ങൾ പരസ്യത്തിന്റെ രീതികൾ? സൂമും ഈ ഓൺലൈൻ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് വലിയ വിപ്ലവമല്ലേ കോവിഡ് കാലത്തിന് ശേഷം ഉണ്ട്. എത്രയോ ആൾക്കാർ യാത്ര അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അപ്പൊ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് നേരെ മുഖാമുഖം കണ്ട് സംസാരിക്കാമല്ലോ മീറ്റിംഗ്. അതൊക്കെ ഓരോ ടെക്നോളജി മാറുന്നതനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. യൂട്യൂബിലും മാറ്റങ്ങളുണ്ടാവും. അതേപോലെ യൂട്യൂബിൽ നാളെ ഒരു കോമ്പറ്റീറ്റർ വന്നുകൂടാന്നില്ല. ഇതെല്ലാം വരുന്നതനുസരിച്ച് ചേഞ്ചസ് വന്നോണ്ടിരിക്കും. ഈ പുതിയതായിട്ട് വരുന്ന ഓരോ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. അപ്പം ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങളൊപ്പം തന്നെ വളർന്നു വന്ന സ്ഥാപനങ്ങളും പലതും ഉണ്ടാവും. ഇവരോടെല്ലാം നല്ല സൗഹൃദങ്ങളും ഉണ്ടാവാം, എല്ലാ സംഭവങ്ങളും ഉണ്ടാവാം. എപ്പോഴെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്തെങ്കിലും നടന്നായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നായിട്ട് തോന്നി, അത് നമ്മുടെ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാഡ് നെയിം ആയിട്ടൊക്കെ മാറി എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ? അല്ല, നമ്മള് വർഷങ്ങളായിട്ട് നമ്മളെല്ലാ ആൾക്കാരുമായിട്ട് സൗഹൃദത്തിലാണ് പോകും. നമുക്ക് കോമ്പറ്റീഷൻ ഈ ബിസിനസ്സിലേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് ആരുമായിട്ട് കോമ്പറ്റീഷൻ, എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് പോകും. പക്ഷേ പല ഘട്ടങ്ങളിലും നമ്മളുടെ ഏജൻസികളുടെ കയ്യിലെ കുഴപ്പങ്ങൾ വളരെ കുറവ് വന്നിട്ടുണ്ട്. കാരണം അവരിപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഗുഡ് വില്ലിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും അവർ ഒരു പ്രശ്നത്തിൽ. പക്ഷെ നമ്മുടെ കുട്ടികൾ പലയിടത്തും പോയി പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിന്റെ പേരിൽ നമുക്ക് ഒരുപാട് ഡാമേജസ് ഉണ്ട്. അങ്ങനെ വരുന്ന ഈ ബാഡ് മാർക്സ് കമ്പനിയെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. പിന്നെ തീർച്ചയായും കോൺട്രാക്ട് മാത്രമല്ല, ആ സമയത്ത് നമ്മൾ എടുക്കുന്ന സ്ട്രെയിൻ, നമുക്ക് എടുക്കുന്ന നമ്മുടെ സമയം, നമ്മൾ പ്രൊഡക്റ്റീവായ സമയമല്ലേ, എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ രംഗത്ത് എപ്പോഴും ഉണ്ടാകും. നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടി പിടിക്കുക എന്ന് പറയുന്നത്. അതായത് എന്തിനൊരു ആൻറ്റി ചിന്താഗതി എല്ലാ ആൾക്കാരിലും ഉണ്ട്. അത് ചിലയിടത്ത് അത് പ്രകടമാകും. അവർ പറയും ഇന്ന പ്രശ്നമുണ്ട്, അതുപോലത്തെ മറ്റു പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ പരിഹരിക്കും. സാധാരണ നമുക്ക് എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഉള്ളതുകൊണ്ട്, അവിടുത്തെ ആൾക്കാരുമായിട്ട് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടാൻ പറ്റുന്നു. 2 വർഷം മുന്നേ നമ്മൾ ഒരു XYZ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 4 പിള്ളേരെ എക്സ്പെൽ ചെയ്തു യൂണിവേഴ്സിറ്റി.
അപ്പം നമ്മളതിന് നിരന്തരമായി ഫോളോ അപ്പ് ചെയ്ത് ഒരു പേഴ്സൺ പറഞ്ഞു വിട്ടു യൂണിവേഴ്സിറ്റി എക്സ്പെൽ ചെയ്യാൻ കൊടുത്തു വാർണിംഗ്. ഐ മീൻ എക്സ്പെല്ലാണ് അവർ. പിന്നെ നെക്സ്റ്റ് ഡിസിഷനിലേക്ക് പോകണം. ഞങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ പേഴ്സൺ പോയി സംസാരിച്ചു, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ലാസ്റ്റ് അവർ കുറച്ച് വീഡിയോ ഫുട്ടേജ് അയച്ചു തന്നു. അതിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റുന്നതും അതുപോലെ തന്നെ രാത്രി ബീറൊക്കെ കഴിച്ച് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് പോയിട്ട് കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളും പറഞ്ഞു പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതാ പറയുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മുടെ റെപ്യൂട്ടേഷന് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷെ ആ സ്റ്റുഡന്റ് പറഞ്ഞു നടക്കുന്നത് സ്റ്റഡി ലിങ്ക്സ് വിട്ട യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ വീഡിയോ ഫുട്ടേജ് ഇല്ല, തെളിവില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ മാത്രമേ ക്ലെയിം ചെയ്യുള്ളൂ. പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി എൻക്വയറി ചെയ്യാനുള്ള അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് കംപ്ലൈൻസ് ധാരാളം വരുമല്ലോ സ്വാഭാവികമായിട്ടും. ഈ കംപ്ലൈൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ്സ് വരുന്ന ഇൻഡസ്ട്രിയാണ് സർവീസ് ഇൻഡസ്ട്രി. ഇപ്പൊ ട്രാവൽ ഏജൻസിയിൽ യാത്ര കൊണ്ടുപോയിട്ട് 100 പേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 100 പേരെ ഹാപ്പി ആക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കംപ്ലൈൻറ്റ്സ് ധാരാളം വരും. ഈ സ്റ്റുഡൻസ് ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റ്സ് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ബിസിനസ് സീക്രട്സ് ആണെ പറയണ്ട, സീക്രട്ട് ഒന്നും ഇല്ല. നമ്മളെല്ലാ ആൾക്കാരും അഡ്രസ് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ ന്യായമാണ് പരിഹരിച്ചു കൊടുക്കാന്നുള്ളൂ. പക്ഷെ നമ്മുടെ ആൾക്കാർ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തു പോകുന്നതാണ് ഇതിന്റെ അകത്ത് ഇഷ്യൂ. ഒരു ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റി ജോബ് ഓഫർ ചെയ്യുന്നില്ല. നമ്മൾ പഠിക്കാൻ വിടുന്നതാണ്, അല്ലാതെ നമ്മൾ ആർക്കും ജോലി ചെയ്യാനല്ല നമ്മൾ വിടുന്നത്. അപ്പൊ അവർ ആ ഒരു ചിന്താഗതിയോടെ പോയി കഴിഞ്ഞാൽ അത് പഠിക്കാനാണ്, ആദ്യം പഠനമാണ് എൻ്റെ, രണ്ടാമതാണ് എൻ്റെ ജോലി എന്നുള്ള പ്രതീക്ഷയിൽ പോയാൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ചില ആൾക്കാർ ചെന്നിറങ്ങി നാളെ തൊട്ട് ഇനി ജോബ് വേണമെന്നുള്ള ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ട് നമ്മുടെ കുറെ സീനിയറായിട്ട് ആൾക്കാർ പറയും, ഓ നീ ഇവിടെ വന്നിട്ടൊന്നും കാര്യമില്ല, ഇവിടെ ഒന്നും ജോലിയും കിട്ടില്ല. അന്നേരം ഇവർ നെഗറ്റീവ് ആവും, ഓ ഞാൻ വന്നത് അബദ്ധമായിപ്പോയല്ലോ. നമുക്ക് ലോകത്തെല്ലാ ആൾക്കാർക്കും അവസരങ്ങളുണ്ട്, അവസരങ്ങൾ തേടി പിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറൊരാൾക്ക് അവസരം കിട്ടിയില്ലെന്ന് ഓർത്തിട്ട് എനിക്ക് അവസരം കിട്ടുകയില്ല എന്ന് അതിൻ്റെ അർത്ഥമില്ല. പക്ഷെ ഓഫ് കോഴ്സ് കംപ്ലൈൻറ്റ്സിനേക്കാൾ ഒരുപാട് പെർസെൻറ്റേജ്, ഇപ്പോൾ കംപ്ലൈൻറ്റ് 1%, 5% ആണെങ്കിൽ ബാക്കി 95% ഹാപ്പി സ്റ്റുഡൻസ് ആണ്. മാത്രമല്ല ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ റഫറൻസ് ത്രൂ ബിസിനസ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്ന ബിസിനസിന്റെ 65% നമ്മളെല്ലാം അനലറ്റിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ 65% ഞങ്ങൾക്ക് റഫറൻസ് ആണ്. 35% ആണ് ഞങ്ങൾ പത്രം മുഖേനയും അല്ല ഓൺലൈനും അല്ലാത്ത പരസ്യങ്ങളും എല്ലാം വെച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ബിസിനസ്. 65% റഫറൻസ്. ഇതേ സെയിം പാറ്റേൺ തന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. കാരണം ഇത് ഇങ്ങനെ ഒരു വരാൻ കാരണം തന്നെ കംപ്ലൈൻറ്റ്സ് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ്. കംപ്ലൈൻറ്റ്സ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു പെർസെൻറ്റേജിലേക്ക് വരില്ല. അത് ശരിയാ, കംപ്ലൈൻറ്റ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം കംപ്ലൈൻറ്റ്സ് ക്ലിയർ ചെയ്താൽ മാത്രമേ റെഫറൻസ് കിട്ടുള്ളൂ. ഒരിക്കലും ഒരാള് ഹാപ്പി ആവില്ലല്ലോ. നമ്മൾ റോങ് കമ്മിറ്റ്മെന്റ് എന്തെങ്കിലും കൊടുത്ത ഒരാളെ കയറ്റി വിട്ടിട്ട് പിന്നെ ആളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലൈക്ക് അല്ലേ, കംപ്ലൈൻറ്റ്സ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, നമ്മൾ അഡ്രസ് ചെയ്യും. ചില കംപ്ലൈൻറ്റ്സ് കോഴ്സ് പഠിച്ച് 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും അവൻ ചിന്തിക്കുക, ഇത് എനിക്ക് പറ്റിയ കോഴ്സല്ല, നിങ്ങൾ എന്നോട് അതല്ല പറഞ്ഞതെന്ന് പറയും. നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യും? അതെ അതെ, ചില കേസുകളൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഒരു സ്റ്റുഡന്റ് അവിടെ ചെന്നിറങ്ങി ഒരു 30 ദിവസത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് പരിഹരിച്ചു കൊടുക്കാം. അവർക്ക് കോഴ്സ് മാറ്റി കൊടുക്കുക, യൂണിവേഴ്സിറ്റി മാറ്റി കൊടുക്കുക. ഇവർ ചിലപ്പോൾ 1 വർഷം 2 വർഷം കഴിയുമ്പോഴാണ് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല. പിന്നെ ചില കുട്ടികൾ ഇവിടെ പേരൻസിനോട് തെറ്റായ ഒരുപാട് കാര്യങ്ങൾ പറയും. ഒരു ദിവസം ഒരു പേരൻസ് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഈ അവിടെ റേസിസമാണ്, എൻ്റെ കുട്ടിയെ നിരന്തരമായി തോൽപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ നടക്കില്ല. പക്ഷെ അവസാനം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞു പോവാം. ഞങ്ങളന്ന് വൈകുന്നേരം യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ അവരയച്ചു. ആ കുട്ടി ആകെ ഒരു വർഷത്തിൽ 3 ദിവസം കോളേജിൽ പോയിട്ടു. പിന്നെ അവനെ തോൽപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ലല്ലോ. അപ്പോൾ പേരൻസിനോട് പറയുന്നത് അടുത്ത സെമസ്റ്റർ ഫീസ് വേണം, ഞാൻ തോറ്റുപോയി, എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുമ്പോൾ പറയാം ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പേരൻസിനെ, പാവപ്പെട്ട പേരൻസിനെ ഒരുപാട് പേര് പറ്റിക്കാം. സ്റ്റുഡൻസിന് പെട്ടെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് കൺസൾട്ടൻസികൾ. അത് അവരങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ ഇതൊക്കെ സ്റ്റുഡൻസ് ആയിട്ടെല്ലാം പ്രോപ്പർ അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ പ്രോപ്പറായിട്ട് എഗ്രിമെന്റ് ചെയ്യാറുണ്ട്. പിന്നെ അവർ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രീ ഡിപ്പാർച്ചർ മീറ്റിംഗ് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാലും ചില കുട്ടികൾ നമ്മളറിയാമല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും പിന്നീട് പറയാതെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട് രണ്ടുപേരും വന്നതിൽ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയണമെന്ന് അറിയാമോ, എല്ലാവരും ഇതുപോലെ ചെയ്താൽ എല്ലാവരും ഹാപ്പി ആവും. കാര്യം രണ്ടി സാർ പറയുന്നത് പോലെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് സ്റ്റുഡൻസിന് കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു.
ഇപ്പോൾ കൺസൾട്ടൻസികൾ കൂടുതലുണ്ടാണ്, അതായത് മോർ ബിസിനസ്, മോർ ഏജൻസ് മോർ ബിസിനസ്. അത് തന്നെയാണ് അതെ. അത് സ്വാഭാവികം. ഇപ്പൊ ഇവിടെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി കഴിഞ്ഞാൽ ആ റെസ്റ്റോറന്റിൽ കച്ചവടം വന്നു കഴിയുമ്പോൾ തൊട്ടപ്പുറത്ത് അതേ തീമിൽ വേറെ റെസ്റ്റോറന്റ് വരും. അപ്പൊ അവിടെ കച്ചവടം വരും. അപ്പം മൊത്തത്തിൽ എല്ലാം കച്ചവടമാവും. ഇത് സ്പ്ലിറ്റ് ആയി പോകുന്നുള്ളേ ഉള്ളൂ. ലൈക്ക് എവറിബഡി വിൽ ബി ഗെറ്റിംഗ് ബിസിനസ് കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു യൂട്യൂബർ ഒരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തെ പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ആ രാജ്യത്തേക്ക് ട്രാവൽ പാക്കേജുകൾ കൊടുക്കുന്ന ട്രാവൽ ഏജൻസിന് അത് എന്താ പറയാ, ഇൻഡയറക്ട്ലി തന്നെ അവിടെ ബിസിനസ് കയറും. അവരൊന്നും ചെയ്തില്ലേ പോലും ബിസിനസ് കയറും എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും ഈവൻ യൂട്യൂബ് ആണെങ്കിൽ പോലും പ്രോഡക്റ്റ്, ഫേസ്ബുക്ക്, എല്ലാവരും കൂടെ അതിന് പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരും അത് യൂസ് ചെയ്യുമ്പോഴാണ് അതൊരു പോപ്പുലർ ആവുള്ളൂ, അല്ലെങ്കിൽ സക്സസിലേക്ക് പോവുള്ളൂ. അങ്ങനെ തന്നെ സ്റ്റഡി അബ്രോഡ്. എന്തായാലും സ്റ്റഡി അബ്രോഡ് നല്ല നല്ല പരിപാടികൾ നടക്കട്ടെ. നിങ്ങളുടെ രണ്ടുപേരെ സ്ഥാപനവും നന്നായി മുന്നോട്ട് പോട്ടെ. താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു.